അപ്പോൾ ആ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ മുന്നിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ കുട്ടിക്കൊരു കുറവുണ്ടായി തോന്നുന്നില്ല, ഞങ്ങൾക്ക് അള്ളാഹു തന്നൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ മോള് അല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് വിജയം ഉണ്ടാവുക. അല്ലാതെ ഈ കുട്ടീനെ വെച്ചിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിനക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ, നീ അങ്ങനെ ഈ കുട്ടീനെ ഹാൻഡിൽ ചെയ്യണത്. പിന്നെ ഈ കുട്ടീനെ പഠിപ്പിക്കാൻ വിട്ടാലും ഈ കുട്ടിയുടെ പല കാര്യങ്ങളും ചെയ്യാൻ വിട്ട് കഴിഞ്ഞാലും അവിടെയും ഉണ്ടാകും പരിഹാസവാക്കുകൾ. അവിടെ നിങ്ങൾക്ക് പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് എൻ്റെ കുട്ടിക്കൊരു കുറവായി തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ മോൻക്കൊരു കുറവായി തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ മോൾക്കൊരു കുറവായി തോന്നുന്നത്. അപ്പം ഈ വീൽചെയറിലിരിക്കുന്ന കുട്ടിയല്ലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അല്ലെങ്കിൽ വാക്കറിൽ നടക്കുന്നൊരു കുട്ടിയല്ലേ, സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്നൊരു കുട്ടിയല്ലേ. അപ്പം നമ്മുടെ ആളുകളുടെ മാറി വരേണ്ടത്, അത് മാറിയാൽ നമ്മുടെ കുട്ടിയുടെ ലൈഫ് നമുക്ക് അടിപൊളിയാക്കാൻ സാധിക്കും. അത് എങ്ങനെയായിരിക്കും എന്നല്ലേ, ആളുകൾ എന്തു പറയുന്നു എന്ന് നോക്കാനേ പോകരുത്. എൻ്റെ കുട്ടിക്ക് ഇന്ന കഴിവുകളുണ്ട്, എൻ്റെ കുട്ടിക്ക് അതിന് കഴിയുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ, എൻ്റെ കുട്ടിക്ക് ജോലിക്ക് പോവാൻ കഴിയുന്നുണ്ട്, ഡിസേബിളാണ്, പക്ഷേ എൻ്റെ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതം അവിടെ മനോഹരമാകുക. അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ആ കുട്ടി തരണം ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ്